അപസർപ്പക നോവലുകളെ വെല്ലുന്നതാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ജീവിതം. ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് വേഷം മാറി 7 വർഷം പാകിസ്ഥാനിൽ താമസിച്ച് നിർണായക വിവരങ്ങൾ ചോർത്തിയതും സുവർണക്ഷേത്രത്തിൽ ബോംബ് വെക്കാനുള്ള പദ്ധതി തകർത്തതും കാണ്ഡഹാറിലെ വിമാന റാഞ്ചലിൽ ഭീകരരുമായി വിലപേശി ബന്ദികളെ മോചിപ്പിച്ചതും ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതും അടക്കമുള്ള എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പറയാനുണ്ട്. റാംബോ, ജെയിംസ് ബോണ്ട് സിനിമകളിൽ കാണുന്ന പോലെ അതിസാഹസികമായിരുന്നു അജിത് കുമാർ ഡോവൽ എന്ന കേരള കേഡർ IPS ഓഫീസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി പിന്നീട് കേന്ദ്ര ഇന്റലിജൻസിലേക്ക് മാറിയ ഈ ഇന്ത്യൻ സൂപ്പർ കോപ്പിന്റെ ജീവിതം. 7 വർഷം ഒരു മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ കഴിഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ശത്രു രാജ്യത്തിൽ ഇറങ്ങി നേരിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക ഇന്റലിജൻസ് മേധാവിയാണ് അദ്ദേഹം. ഈ 7 വർഷം കൊണ്ട് ചില ആണവ പദ്ധതികളടക്കം പാകിസ്ഥാന്റെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈയിടെ പുറത്തിറങ്ങിയ ഡി ദേവദത്തിന്റെ അജിത് ഡോവൽ ഓൺ എ മിഷൻ എന്ന പുസ്തകത്തിൽ ഇതുവരെ നാം കേൾക്കാത്ത സിക്കിമിലെ അജിത് ഡോവലിന്റെ മിഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വേള വിഘടിച്ചു പോകുമായിരുന്ന സിക്കിമിനെ ഒരു അമേരിക്കൻ ചാര രാജ്ഞിയെ കബളിപ്പിച്ചുകൊണ്ട് ഡോവൽ ഭാരതത്തോട് ചേർത്ത് നിർത്തിയ കഥയാണ് പുസ്തകം പറയുന്നത്. ഡോവലിന്റെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന ദൗത്യം നടന്നത് പാകിസ്ഥാനിലോ ചൈനയിലോ അല്ല, മറിച്ച് ഹിമാലയൻ രാജ്യമായ സിക്കിമിലാണ് നടന്നത്. ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ സംഭവങ്ങളിൽ ഒന്നാണ് സിക്കിം ഇന്ത്യയുടെ ഭാഗമായത്. ഒരു രാജകുമാരന്റെ പ്രണയം, ഒരു അമേരിക്കൻ സുന്ദരിയുടെ ചാരവൃത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനെല്ലാം അതിജീവിച്ചാണ് ഡോവൽ സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത്.